ഇന്ത്യയുടെ ഊർജ്ജ സുരക്ഷയുടെയും സാമ്പത്തിക ഭദ്രതയുടെയും ജീവനാഡിയാണ് പശ്ചിമേഷ്യ. പശ്ചിമേഷ്യയിലെ യുദ്ധസംഘർഷാവസ്ഥയ്ക്ക് പരിഹാരം കാണേണ്ടത് ഇന്ത്യയുടെ അടിയന്തര ആവശ്യമാണ്. ആഗോള ഇന്ധന ഉൽപാദനത്തിന്റെ വലിയൊരു ഭാഗം സംഭാവന ചെയ്യുന്നു എന്നതും ഗൾഫിൽ നിന്നുള്ള പ്രവാസികളുടെ വരുമാനത്തിന്റെ വലിയൊരു ഭാഗം രാജ്യത്തിന്റെ GDPയിൽ പങ്കുവഹിക്കുന്നു എന്നതും ഇന്ത്യയിൽ മിഡിൽ ഈസ്റ്റ് ക്രൈസിസിന്റെ തീവ്രത വർദ്ധിപ്പിക്കുന്നു. ഇന്ത്യയെ, പ്രത്യേകിച്ചും കേരളത്തെ സംബന്ധിച്ചിടത്തോളം സ്ഥിതി വളരെ ആശങ്കാജനകമാണ്. പേർഷ്യൻ ഗൾഫും ഈ മേഖലയിലെ പ്രധാന നഗരങ്ങളും സുരക്ഷിതത്വ ഭീഷണിയിലായത് ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങളുടെ സമ്പദ്ഘടനയെയും ഇന്ധന ലഭ്യതയെയും നിർണായകമായി സ്വാധീനിക്കും. ഗൾഫിൽ നിന്ന് വലിയ തോതിൽ എണ്ണ ഇറക്കുമതി ചെയ്യുന്ന ഇന്ത്യ, ജപ്പാൻ, ചൈന തുടങ്ങിയ രാജ്യങ്ങളെ സംബന്ധിച്ചിടത്തോളം സംഘർഷം നീണ്ടുപോകുന്നത് സാമ്പത്തിക ഞെരുക്കവും വികസന മുരടിപ്പും ഉണ്ടാക്കും. ആഗോള വ്യോമഗതാഗതത്തിന്റെ 35% വരുന്ന ഏഷ്യ പസഫിക് മേഖലയിൽ വ്യോമഗതാഗതം വലിയ പ്രതിസന്ധി നേരിടുന്നുണ്ട്. ദുബായ്, അബുദാബി, ദോഹ എന്നീ അന്താരാഷ്ട്ര വിമാനത്താവളങ്ങൾ വഴിയാണ് പശ്ചിമേഷ്യയുടെ വിവിധ ഭാഗങ്ങൾ, മധ്യേഷ്യ, യൂറോപ്പ്, വടക്കേ ആഫ്രിക്ക, അമേരിക്കൻ ഭൂഖണ്ഡങ്ങൾ, സ്കാൻഡിനേവിയൻ രാജ്യങ്ങൾ, പടിഞ്ഞാറൻ റഷ്യ എന്നിവിടങ്ങളിലേക്ക് ഇന്ത്യയിൽ നിന്നുള്ള സാധന സേവനങ്ങളുടെയും ആൾ സഞ്ചാരത്തിന്റെയും സിംഹഭാഗവും കടന്നു പോകുന്നത്. ഇന്ത്യയെ ഗുരുതരമായി ബാധിക്കുന്ന വിഷയമാണിത്. ലോക സമ്പദ്ഘടനയിൽ പേർഷ്യൻ ഗൾഫിന് നിർണായക സ്ഥാനമുണ്ട്. ആഗോള എണ്ണ വിതരണത്തിന്റെ 1/5 കടന്നു പോകുന്നത് പേർഷ്യൻ ഗൾഫിനെയും ഗൾഫ് ഓഫ് ഒമാനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഹോർമുസ് കടലിടുക്ക് വഴിയാണ്. ഇന്ത്യയുടെ അസംസ്കൃത എണ്ണ ഇറക്കുമതിയുടെ ഏകദേശം 40% ഗൾഫ് പശ്ചിമേഷ്യ മേഖലയിൽ നിന്നാണ്. റഷ്യയിൽ നിന്നുള്ള എണ്ണയും ഈ പാതയിലൂടെയാണ് സഞ്ചരിക്കുന്നത്. ചുരുക്കത്തിൽ, ഇന്ത്യൻ അസംസ്കൃത എണ്ണ ഇറക്കുമതിയുടെ പകുതിയിലധികവും കടന്നു വരുന്നത് പേർഷ്യൻ ഗൾഫ്, ഹോർമുസ് കടലിടുക്ക്, ഗൾഫ് ഓഫ് ഒമാൻ എന്നീ സമുദ്രപാതകളിലൂടെയാണ്. അതുകൊണ്ട് തന്നെ നീണ്ടു നിൽക്കുന്ന പശ്ചിമേഷ്യൻ സംഘർഷം ഏറ്റവും ഗുരുതരമായി ബാധിക്കുക ഇന്ത്യയെയാണ്. ഗൾഫിലെ പ്രവാസി സാന്നിധ്യവും ഇന്ത്യയെ സംബന്ധിച്ച് നിർണായകമാണ്. GCC രാജ്യങ്ങളിൽ മാത്രം ഏകദേശം 89 ലക്ഷം ഇന്ത്യക്കാർ ജോലി ചെയ്യുന്നുണ്ട്. UAEയിൽ മാത്രം 34 ലക്ഷം ഇന്ത്യക്കാർ. ഇവരിൽ 70% ബ്ലൂ കോളർ ജോലിക്കാരാണ്. യുദ്ധവും സംഘർഷവും മൂലം തൊഴിൽ നഷ്ടമുണ്ടായാൽ ഇവർക്ക് മറ്റ് തൊഴിൽ മേഖലകൾ എളുപ്പം തുറന്നു കിട്ടില്ല. ഗൾഫ് ഇന്ത്യക്കാരിൽ സിംഹഭാഗവും മലയാളികളാണെന്നത് കേരളത്തിന്റെയും ആശങ്ക വർദ്ധിപ്പിക്കുന്നു. പശ്ചിമേഷ്യയിലാകെ 30 ലക്ഷത്തോളം മലയാളികളുണ്ട്. വർഷം തോറും 1.3 ലക്ഷം കോടി രൂപയാണ് ഗൾഫ് മേഖലയിലെ പ്രവാസി മലയാളികൾ കേരളത്തിലേക്ക് അയക്കുന്നത്. ഗൾഫ് മേഖലയുടെ സാമ്പത്തിക വളർച്ചയുടെ അടിത്തറ തന്നെ രാഷ്ട്രീയ സുസ്ഥിരതയും സുരക്ഷിതത്വവുമായിരുന്നു. അതുകൊണ്ട് തന്നെ നിയന്ത്രിത ഇടപെടലിലൂടെ സംഘർഷത്തിന് പരിഹാരം കാണുക എന്നതിനാവണം അടിയന്തര പ്രാധാന്യം.